നമസ്കാരം. ബംഗാൾ ഇന്ന് അടിമുടി മാറ്റത്തിൻ്റെ പാതയിലാണ്. മാറ്റത്തിനൊപ്പം നേരത്തെ 15 വർഷക്കാലം അവിടെ ജനങ്ങളെ ദ്രോഹിച്ച ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിടാനും അവിടുത്തെ NDA സർക്കാർ ഒരുക്കമല്ല. നമുക്കൊരു ദൃശ്യം കണ്ടിട്ട് മടങ്ങി വരാം. ഇത് സിയാൽദ സെഷൻ കോർട്ട് ശിക്ഷിച്ച സഞ്ജയ് റോയ് എന്ന RG കൗർ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട സഞ്ജയ് റോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ പറയുന്ന വാക്കുകളാണ്. ഈ റേപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് വിനീത് ഗോയൽ എന്ന കൊൽക്കത്തയിലെ മുൻ പോലീസ് കമ്മീഷണറാണ്. അതോടൊപ്പം ഇതിന് കൂട്ടായിട്ട് ഡെപ്യൂട്ടി കമ്മീഷണറായ ഇന്ദിരാ മുഖർജിയും അതോടൊപ്പം തന്നെ അഭിഷേക് ഗുപ്തയും ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. ഇവർ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിനീത് ഗോയലിൻ്റെ പേരാണ് അയാൾ എടുത്തു പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വളരെ മുൻപന്തിയിലായിരുന്നു മമതാ ബാനർജിക്കൊപ്പം മമതാ ബാനർജിയുടെ ഉദ്യോഗസ്ഥന്മാരും. ആ ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ അതിന് ആസൂത്രണം ചെയ്ത, അതായത് അവിടെ അഴിമതിയിൽ മുങ്ങിക്കുളിപ്പിച്ച, ബംഗാളിനെ അടിമുടി നശിപ്പിച്ച അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെയും ഒന്നും വെറുതെ വിടാൻ പുതിയതായി വന്ന NDA സർക്കാർ, സുവേന്ദു അധികാരി സർക്കാർ തയ്യാറല്ല എന്നതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കർശനമായ ശിക്ഷകൾ തന്നെ ഇവർക്ക് നൽകും. മാതൃകാപരമായി തന്നെ ശിക്ഷിക്കും എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി മറ്റൊരു ദൃശ്യം കണ്ടിട്ട് വരാം. ഇത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷമീം അഹമ്മദിൻ്റെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു വസതിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റിൽ നിരവധിയായിട്ടുള്ള ആഡംബര വസ്തുക്കൾ, ഒപ്പം കിലോ കണക്കിന് സ്വർണം, അങ്ങനെ നിരവധി ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ നിക്ഷേപവും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ആഡംബര വസ്തുക്കളും ഇവിടെ അയാൾ കുമിഞ്ഞു കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സമ്പാദ്യം അടങ്ങിയ അയാളുടെ ഈ നിക്ഷേപം അടിമുടി മൊത്തത്തിൽ റെയ്ഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ED. ഉദ്യോഗസ്ഥർ കണ്ണ് തള്ളിപ്പോയി. എങ്ങനെയാണ് ഇത്രയധികം സമ്പത്ത് ഇയാൾക്ക് അവിടെ കൊണ്ടു ചെന്നെത്തിക്കുവാനായിട്ട് സാധിച്ചതെന്ന്. ഇത് കഴിഞ്ഞ 15 വർഷക്കാലത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേട്ടമായിട്ടാണ് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ബംഗാളിലെ പല മേഖലയിലേക്കും ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സൂചനകൾ ദൃശ്യമായി കഴിഞ്ഞു. അഴിമതിക്കാരെ എന്തായാലും കൽത്തുറുങ്കിൽ അടയ്ക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് സുവേന്ദു സർക്കാർ അധികാരത്തിൽ കയറിയതും അതിലൂടെ മുന്നോട്ട് പോകുന്നതും. അതോടൊപ്പം തന്നെ ബംഗാളിലെ ഈ അഴിമതി നിറഞ്ഞ കാലഘട്ടത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ജയിലിൽ അടയ്ക്കുന്നതോടൊപ്പം അവരുടെ MLA-മാരെ ജയിലിൽ അടയ്ക്കുന്നതോടൊപ്പം ബംഗാളിലെ അവിടുത്തെ ഹൈന്ദവ ജനതയെ വളരെ മനുഷ്യത്വരഹിതമായിട്ട് ക്രൂരമായി വേട്ടയാടിയ നടപടികൾക്കെതിരെയും ശിക്ഷാവിധിയുണ്ട്. അവിടെ മഹാകാളി മൂർത്തിയെ പോലീസ് വാനിൽ വെച്ചു കൊണ്ടുപോയ, ദുർഗാപൂജയെ തടഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കർശനമായ ശിക്ഷാവിധികൾ തന്നെയാണ്, അതിനുവേണ്ടി തന്നെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ. ബംഗാളിൽ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഒരു OBC റിസർവേഷൻ. അതിൽ പുതുതായി 77ഓളം ജാതികൾ പുതുതായി ചേർക്കപ്പെട്ടു. അതിൽ 75 ജാതികളും മുസ്ലിം ജനസാമാന്യത്തിൽ നിന്നാണ്. 2010 തന്നെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ തരത്തിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരെ OBC ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം, അങ്ങനെ ഒരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് തൃണമൂൽ കോൺഗ്രസ് ആണ്. 77ഓളം ജാതികളെ അതിനുശേഷം 2010 ശേഷം തന്നെ ഈ
OBC ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 75 മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. ഇവർ മതം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ OBC ലിസ്റ്റിൽ കയറി പറ്റുന്നത്. ഇങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക്, അവിടെ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെ കേവലം മതത്തിൻ്റെ പേരിൽ മാത്രം മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് തീരെഴുതി കൊടുക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാർ. ഇവിടെ നുഴഞ്ഞുകയറ്റം വളരെ സുഗമമാണ്, വളരെ എളുപ്പമാണ്. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് വളരെ എളുപ്പത്തിൽ നുഴഞ്ഞു കയറിയതിനു ശേഷം ഇവർക്ക് പ്രത്യേക ഐഡൻറ്റിറ്റി കാർഡും മറ്റ് കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കും. ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് യഥേഷ്ടം ബംഗാളിൽ ജീവിക്കാം. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങളും നടത്തി വരികയായിരുന്നു പശ്ചിമ ബംഗാൾ. ഇതിനൊക്കെയും ഇങ്ങനെ ചെയ്തികൾക്കൊക്കെയും വലിയ കർശനമായ നിയമവിധേയമാകുന്ന നടപടികളാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബംഗാളിനെ അടിമുടി ശുദ്ധീകരിക്കും എന്ന് ഉറപ്പിച്ചാണ് BJP സർക്കാർ അവിടെ അധികാരത്തിലേറിയിരിക്കുന്നത്. സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നത്. അവിടുത്തെ പല നടപടികളും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ അനധികൃതമായി കന്നുകാലി വിപണനം പോലുള്ള കാര്യങ്ങൾക്കെതിരെയും കർശനമായി തന്നെ അവിടെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നവർക്കെതിരെ നടപടികൾ എടുത്തു വരികയാണ്. എന്തായാലും ബംഗാൾ ഒരു മാറ്റത്തിൻ്റെ പാതയിൽ എന്ന് വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളുമായി PNN ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. പ്രൈം ന്യൂസ് നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം.